UK വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നലെ സ്ട്രോബെറി പിക്കിങ്ങിന് പോയി. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ല രസമാണ് ഇങ്ങനെ പറിച്ചെടുക്കാൻ, നമ്മളിങ്ങനെ പഴം പറിക്കുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് നമ്മളത് ജാം ഉണ്ടാക്കി. സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഒരു റെജുവിനേറ്റിംഗ് ഫീലിംഗ് വരുന്നുണ്ട്. അത് പറിക്കുക, ആദ്യമായിട്ട് ലൈഫിൽ ഇത്രയും കാലം ഉണ്ടാക്കാത്തൊരു സാധനം ജാം ഉണ്ടാക്കാതെ എളുപ്പമാണ് എല്ലാവർക്കും. ബട്ട് ദെൻ ഇറ്റ്സ് ജസ്റ്റ് നൈസ്. അപ്പം ജസ്റ്റ് ഒന്ന് സ്ട്രോബെറി ഫാമൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇറ്റ്സ് റിയലി നൈസ്. ലൈക്ക് ഒരു തവണയെങ്കിലും പോവുകയാണെങ്കിൽ നല്ല രസമാണ് പോയി പറിക്കാനൊക്കെ. ഒത്തിരി സ്ട്രോബെറീസ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ടെന്ന്. കണ്ടോ എന്ത് രസമാണ് നോക്ക്. ഇതിങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ ഫുൾ ഈ ഫാം നിറയെ ഇതുണ്ടോ, ഫുൾ ഇതുണ്ടോ, ഫുൾ ഫാം നിറയെ. നമ്മൾ പറഞ്ഞ ജാം ഏകദേശമായിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, സെറ്റാവുമെന്ന് തോന്നുന്നു. സെറ്റായാൽ മതിയായിരുന്നു. ഇത് മൊത്തം കളയേണ്ട വരും. അപ്പം നമ്മുടെ എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അപ്പം നമ്മുടെ 2.5 മണിക്കൂറായിട്ടുണ്ടാവും കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ സ്ട്രോബെറി ജാം, നമ്മൾ തന്നെ ഫാമിൽ പോയി പറിച്ച് നമ്മുടെ സ്ട്രോബെറിയുടെ ജാം റെഡിയായി ഗായ്സ്.